اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. وبه نستعين. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അമ്പത്തി അഞ്ചാമത്തെ ഹിക്മത്താണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിൻ്റെ മുമ്പുള്ള ക്ലാസ്സുകളിൽ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ദിവ്യപ്രകാശത്തിൻ്റെ 3 ഇനങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനി ആ ദിവ്യപ്രകാശങ്ങൾക്കുള്ള ജോലിയെക്കുറിച്ചാണ് ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയുന്നത്. അൽ അൻവാറു മതായൽ ഖുലൂബി വൽ അസ്റാർ. അൽ അൻവാറു പ്രകാശങ്ങൾ, മതായൽ ഖുലൂബി ഹൃദയങ്ങളുടെ വാഹനമാണ്, വൽ അസ്റാരി ഹൃദയ രഹസ്യങ്ങളുടെയും വാഹനമാണ്. അപ്പൊ ഹൃദയത്തിനെയും അതിൻ്റെ ഉള്ളിലുള്ളതായ സിർറു എന്ന് പറയും. ഒരു മുരീദിന്റെ ഹൃദയത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഇലാഹിയായ അൻവാറുകൾ, അത് വതഹ്സുലു ഗാലിബൻ മിനൽ അദ്കാരി വദ്ദിയാലാത്ത്, അദ്കാറുകളിലൂടെയും കഠിനമായ മുജാഹദകളിലൂടെയും നേടിയെടുത്ത ആ അൻവാറുകൾ അത് ഹിയ മതായൽ ഖുലൂബ്, അത് ഹൃദയങ്ങളുടെ വാഹനമാണ്. വൽ അസ്റാർ ഹൃദയ രഹസ്യങ്ങളുടെയും വാഹനമാണ്. സിർറു എന്ന് പറഞ്ഞാൽ വഹുവ ബാത്തിനുൽ ഖൽബ്, ഹൃദയത്തിൻ്റെയും ഉള്ളിലാണ് സിർറുള്ളത്. ഈ ഹൃദയത്തിനെയും ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളതായ സിർറിനെയും അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക എന്ന ജോലിയാണ് ഈ അൻവാറുകൾക്കുള്ളത്. കാരണം അൻവാറുകൾ മത്തായ വാഹനമാണ് എന്നാ പറഞ്ഞു. ഒരു വാഹനത്തിന്റെ ജോലി എന്താണ്? അതിൽ കയറിയ വാഹനക്കാരനെ ഉദ്ദേശ സ്ഥലത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഈ ജോലിയാണ് ഈ ദിവ്യപ്രകാശങ്ങൾ എടുക്കുന്നത്. ഇവിടെ ഹൃദയവും ഹൃദയ രഹസ്യവും പറയുമ്പോൾ പ്രധാനമായും ചില കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കാനുണ്ട്. ഒരു മനുഷ്യനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബാത്തിനായ ആന്തരികമായ 7 ആത്മാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് നഫ്സ് എന്ന് പറയുന്നത്. ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ നഫ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് മളിന്നത്തു സൂഇ വശഹ്വ, അത് മോശമായ ചിന്തകളെയും മോശമായ വികാരങ്ങളെയും ഉണ്ടാക്കുന്ന ഒരു ഏരിയയാണ് നഫ്സ്. ഇത് ഒരു മനുഷ്യനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട്. ഈ നഫ്സിനെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്താലേ ഹൃദയത്തിലുള്ള അൻവാറുകൾക്ക് ഈ ഖൽബിനെ അള്ളാഹുവിൻ്റെ ഖുർബിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഒന്ന് നഫ്സ് എന്ന് പറയുന്നതാണ്. ആ നഫ്സ് നന്നായി കഴിഞ്ഞാലോ, ആ നഫ്സ് ക്ലിയറായി, പിന്നെ ഹൃദയം ശുദ്ധിയായി, അങ്ങനെ നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയും. അപ്പൊ ഒന്നാമത്തെ ആന്തരിക ആത്മാവ് നഫ്സാണ്. അത് മോശമായ ചിന്തയുടെയും മോശമായ വികാരങ്ങളുടെയും കേന്ദ്രമാണ്. അതിനെക്കുറിച്ച് അല്ലാഹു തആല ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. ഇനി രണ്ടാമത്തൊരു ആത്മാവിന്റെ പേരാണ് ഖൽബ് എന്ന് പറയും. ഹൃദയം നമ്മൾ ഒരുപാട് കാലങ്ങളായി കേൾക്കുന്നതാണ് ഹൃദയം. വഹുവ മഹല്ലുൽ ഈമാനി വത്തജല്ലിയാത്തിൽ ഇലാഹിയ. ഖൽബ് എന്ന് പറയുന്നത് ഈമാൻ നിറയുന്ന സ്ഥലമാണ്.
അള്ളാഹുവിന്റെ ഇലാഹിയായ തജല്ലിയാത്തുകൾ നിറയുന്ന ഒരു സ്ഥലമാണ് ഖൽബ്. ബഹുമാനപ്പെട്ട സയ്യിദുന ആദം നബി അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട ഒരു ആത്മാവാണ് ഖൽബ്. ഒരു മനുഷ്യന്റെ ഹൃദയം ശുദ്ധിയായാൽ ആരിഫീങ്ങൾ പറയുന്നു അവൻ ഖൽബി ആദം, ആദം നബി അലൈഹിസ്സലാമിന്റെ ഹൃദയം പോലെയാണ്. കാരണം ആദം നബി അലൈഹിസ്സലാമിന്റെ ജോലി ഹൃദയം അള്ളാഹുവിന്റെ നൂറ് കൊണ്ട് നിറക്കുക, ഹൃദയം ശുദ്ധിയായി അള്ളാഹുവിനെ അറിയുക എന്നുള്ളതായിരുന്നു ആദം നബി അലൈഹിസ്സലാമിന്റെ ജോലി. അതുകൊണ്ട് തന്നെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെ ഹൃദയം നൂറായി കഴിഞ്ഞാൽ അവൻ ആദം നബി അലൈഹിസ്സലാമിന്റെ ഹൃദയം പോലെയാണ്. ഈ ഹൃദയം നന്നായി, ഈ ഹൃദയത്തിന്റെ നിറം, ഈ ഖൽബിന്റെ നിറം മഞ്ഞയാണ് എന്ന് ബഹുമാന്യരായ പണ്ഡിതന്മാർ അവരെ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്. നഖ്ശബന്ദിയ തുരീഖത്തിന്റെ വിഷയങ്ങൾ പറയുന്ന തൻവീറുൽ ഖുലൂബ് എന്ന് പറയുന്ന കിതാബിൽ കാണാം ഈ ഖൽബിന്റെ നിറം അത് മഞ്ഞ നിറമാണ്. അതിന്റെ ഡ്യൂട്ടി ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനാണ്. ഇനി മൂന്നാമത്തെ ഒരു ആന്തരിക ആത്മാവുണ്ട്, അതിനാണ് റൂഹ് എന്ന് പറയാം. റൂഹ് എന്ന് പറഞ്ഞാൽ അത് ജൗഹറുൽ ഇൻസാൻ, ഒരു മനുഷ്യനിൽ ഉള്ളതായ ഒരു രത്നമാണ്. വഹഖീഖത്തുഹു, ഒരു മനുഷ്യന്റെ യാഥാർത്ഥ്യം ആ റൂഹാണ്. വഹിയ നഫ്ഹത്തും മിൻ റൂഹില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഊതപ്പെട്ട ആത്മാവാണ് എനിക്കാണ് റൂഹ് എന്ന് പറയാം. ഇതൊരു നഫീസായ സാധനമാണ്. ഇതിലേക്ക് എത്തുക എന്ന് പറയുന്നത് അധ്വാനത്തിലൂടെ മാത്രം എത്തുന്ന ഒരു ഏരിയയാണ് റൂഹിന്റെ ഏരിയ എന്ന് പറയും. ഈ റൂഹിനെ നിയന്ത്രിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമുമാണ്. കാരണം ഈ രണ്ട് പ്രവാചകന്മാർക്കും ഉള്ള ദൗത്യം ഖൽബും റൂഹും ശുദ്ധിയാക്കുക എന്നുള്ളതാണ്. അവിടുത്തെ ഉമ്മത്തിനെ പഠിപ്പിച്ചതും അതായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരാളെ റൂഹ് ക്ലിയർ ആയി കഴിഞ്ഞാൽ, റൂഹിനെ അറിയാനും റൂഹിനെ മനസ്സിലാക്കാനും പറ്റുന്ന ഒരു ഏരിയയിലേക്ക് ഒരു മനുഷ്യൻ എത്തിക്കഴിഞ്ഞാൽ അവനെ കുറിച്ച് പറയും ഖൽബി ഇബ്രാഹിം വ നൂഹ്. ഓൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും റൂഹ് പോലെ. റൂഹ് ഇബ്രാഹിം, റൂഹ് ഇബ്രാഹിം, ഓൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെയും അതുപോലെ തന്നെ നൂഹ് നബി അലൈഹി സ്വലാമിന്റെയും റൂഹ് പോലെയാണെന്ന് പറയും. ഈ റൂഹിനിക്ക് ഒരു കളറുണ്ട്, ആ കളറാണ് ചുവപ്പ്. ഖൽബിന്റെ നിറം മഞ്ഞയാകുമ്പോ റൂഹിന്റെ നിറം ചുവപ്പാണ്. ഇനി നാലാമത്തെ ഒരു ആന്തരികാത്മാവാണ് സിർറ് എന്നാണ് അതിന്റെ പേര്. അത് റൂഹിന്റെയും അറ്റത്താണ്. ഈ സിർറ് എന്ന് പറയുന്നത് യതഅല്ലഖു ബി അസ്റാറിൽ ഇബാദത്തി വ മആനിഹ ദഖീഖ അല്ലത്തി യുദ്രിക്കുഹ സൂഫി. സിർറ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഇബാദത്തിന്റെയും അതിൻ്റെ ആന്തരികമായ രഹസ്യങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു ഏരിയയാണ് സിർറ്. ഈ ഏരിയയിലേക്ക് എല്ലാവർക്കും എത്തിപ്പെടാൻ കഴിയില്ല. ഉന്നതരായ സൂഫികൾക്ക് മാത്രമേ ഈ സിർറിന്റെ മക്കാമിലേക്ക് എത്താൻ കഴിയുള്ളൂ. നഫ്സ് നന്നാകണം, ശേഷം ആ നഫ്സിൽ നിന്നുള്ളതായ ഈ അൻവാറുകൾ കൽബിലേക്ക് എത്തണം, ആ കൽബിൽ നിന്ന് റൂഹിലേക്ക് എത്തണം, റൂഹിൽ നിന്ന് പിന്നെയാണ് അതെന്ത് ചെയ്യുക, സിർറിലേക്ക് എത്തുക. അത് ഏറ്റവും ദഖീഖായ ഒരു ഏരിയയാണ്. വളരെ കുറച്ച് ആളുകൾ മാത്രം എത്തിപ്പെടുന്ന അത്രയും രഹസ്യങ്ങളുടെ നിലവറയാണ് സിർറ് എന്ന് പറയുന്ന ഏരിയ. ഇതിനെ നിയന്ത്രിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദുന കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമാണ്. ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ അവൻ ആരെ പോലെയാണ്? മൂസാ നബി അലൈഹിസ്സലാമിനെ പോലെയാണ്. എന്ന് പറഞ്ഞാൽ മൂസാ നബിന്റെ സ്ഥാനം അവനക്ക് കിട്ടൂല. എന്നാൽ മൂസാ നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു തആല പറഞ്ഞ ആ ദൗത്യത്തിനെ പൂർത്തീകരിച്ചവനാണ് അവൻ.
കൽബി മൂസ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഹൃദയവുമായി ബന്ധപ്പെട്ടവനാണവൻ. ഈ സിർറ് എന്ന് പറയുന്ന ഏരിയ മൂസാ നബിയുമായി ബന്ധപ്പെട്ടതാണ്. അതിൻ്റെ കളർ വെള്ളയാണ് എന്ന് തൻവീറുൽ ഖുലൂബ് എന്ന് പറയുന്ന കിതാബിൽ കാണാൻ കഴിയുന്നതാണ്. ഇതാണ് ഇവിടെ ബഹുമാനപ്പെട്ട ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറഞ്ഞത്, അൽ അൻവാറു പ്രകാശങ്ങൾ എന്ന് പറയുന്നത് അത് മതായൽ ഖുലൂബ്, അത് ഹൃദയങ്ങളുടെ വാഹനമാണ്. വൽ അസ്റാർ, അത് സിറുകളുടെയും വാഹനമാണ്. അത് ഈ പറയപ്പെടുന്ന സിറാണ്. ഇനി അഞ്ചാമത്തെ ഒരു ആന്തരിക ആത്മാവിന്റെ പേരാണ് ഖഫീ എന്ന് പറയും. ഈ ഖഫീ എന്ന് പറയുന്നത് അത് അഅമഖു മിനസ് സിർ, സുറിനേക്കാൾ നിഗൂഢമായ രഹസ്യത്തിന്റെ ഏരിയയാണ് ഖഫീ എന്ന് പറയും. വഹിയ, അത് മർത്തബത്തും മിനൽ മഅരിഫ, അത് മഅരിഫത്തിന്റെ മഖാമാണ്. അല്ലതി തദ്ഹറു ലിൽ മുരീദി ബിൽ ഇത്തിസാലി ബില്ലാഹ്, ഇത്തിസാലിന്റെ മഖാമിലേക്ക് എത്തിയ മുരീദന്മാരിൽ പ്രകടമാകുന്ന മർത്തബയാണ് ഖഫീന്റെ മർത്തബ എന്ന് പറയും. ഇവിടെ ശ്രദ്ധിക്കണം, ഖൽബിനെ കുറിച്ച് അല്ലാഹു തആല കതബ ഫീ ഖുലൂബിഹിമിൽ ഈമാൻ എന്ന് പറയുന്നുണ്ട്. റൂഹിനെ കുറിച്ച് അല്ലാഹു തആല ഖുലുർ റൂഹു മിൻ അംരി റബ്ബി എന്ന് പറയുന്നുണ്ട്. സിറിനെ കുറിച്ച് അല്ലാഹു തആല ഫഇന്നഹു യഅലമു സിർറ വ അഖ്ഫ എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഖഫീനെ കുറിച്ചും അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു, ഇന്നഹു യഅലമുൽ ജഹ്റ വമാ യഖ്ഫ. അപ്പൊ ഈ ഖഫീ എന്ന് പറയുന്ന ഈ ഏരിയ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ ഈ ഖഫീ അത് അഅമഖു മിനസ് സിർ, സിറിനേക്കാൾ ആഴമുള്ള നിഗൂഢമായ ഒരു രഹസ്യത്തിന്റെ ഏരിയയാണ്. അള്ളാഹുവിന്റെ മഅരിഫത്തിന്റെ ഏരിയ, അള്ളാഹുവിലേക്ക് ഇത്തിസാലായ ആളുകൾ മാത്രം എത്തുന്ന ഖഫീന്റെ ഏരിയ. ഈ ഖഫീനെ നിയന്ത്രിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദുന റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ഈ ഖഫീന്റെ ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവൻ ആരെ പോലെയാണ്? ഖൽബി ഈസാ, ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഹൃദയം പോലെയായി. ഇതിന്റെ നിറം ബഹുമാന്യരായ പണ്ഡിതന്മാർ പറയുന്നു അത് കറുപ്പാണ്. കറുപ്പ് ആണ് ഖഫീന്റെ നിറം. ഇനി ആറാമത്തെ ഒരു ആന്തരിക ആത്മാവാണ് അഖ്ഫ എന്ന് പറയും. അഖ്ഫ, അഖ്ഫ എന്നുള്ളത് അത് അഅമഖു മിനൽ ഖഫീ, അത് ഖഫീനേക്കാളും നിഗൂഢമാണ്. ഏത്? അഖ്ഫ എന്നുള്ളത്. വഹിയ, ഈ അഖ്ഫ എന്ന് പറയുന്നത് മർത്തബത്തുൻ, അതൊരു സ്ഥാനമാണ്. ലാ യുദ്രിക്കുഹ ഇല്ലൽ അംബിയാ, അംബിയാക്കളല്ലാതെ ഈ മർത്തബയിലേക്ക് എത്തിയൂല. അതുപോലെ തന്നെ വസ്സാലിഹൂൻ, ഉന്നതരായ വലിയ കുത്ബാനിയത്തിന്റെയും അതുപോലെ തന്നെ മുറബ്ബിയുടെയൊക്കെ മഖാമിലേക്ക് എത്തിയ ഇമാമാനിയുടെയൊക്കെ മഖാമിലേക്ക് എത്തിയ ആളുകൾക്കല്ലാതെ ഇത് മനസ്സിലാക്കാൻ കഴിയില്ല, ഈ രഹസ്യം ഉൾക്കൊള്ളാനും കഴിയൂല. അപ്പോ ഖഫീനേക്കാളും നിഗൂഢമായ രഹസ്യ കലവറയാണ് അഖ്ഫ എന്ന് പറയുന്നത്. അത് അമ്പിയാക്കൾക്കും ഉന്നതരായ സ്വാലിഹീങ്ങൾക്കുമല്ലാതെ ഈ ഏരിയയെ കടക്കാൻ കഴിയില്ല. ഇതിനെ നിയന്ത്രിക്കുന്നത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏരിയയാണ് അഖ്ഫയുടെ ഏരിയ. അതിൻ്റെ കളറ് പച്ചയാണ്. ഇവിടെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മളൊക്കെ ചില നാടുകളിൽ ചെന്നാല് ചില സൂഫിയാക്കളെ കണ്ടാല് അവര് മഞ്ഞ വസ്ത്രം ധരിക്കുന്നതായിട്ട് കാണലുണ്ട്. നമ്മളെ എരുമാട് മറപെട്ട് കിടക്കുന്ന സൂഫി ഷഹീദിന്റെ മക്കാമിലേക്കൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ അവിടൊക്കെ കുറെ ഫക്കീറന്മാരെ കാണാം, മഞ്ഞ ധരിച്ച ഫക്കീറന്മാർ. അത് മഹാന്മാര് പറയുന്നു അത് ഹൃദയം പൂർണ്ണമായി ശുദ്ധിയായ ആളുകൾ ധരിക്കേണ്ട യൂണിഫോമാണ്. അത് ചില മുറബ്ബിയാക്കൾ അവിടുത്തെ മുരീദന്മാർക്ക് നൽകുന്ന യൂണിഫോമാണ്. ചില ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചുവപ്പ് ധരിക്കുന്ന ആൾക്കാർ. അത് റൂഹുമായി ബന്ധപ്പെട്ട ഏരിയയാണ്. അത് കവർ ചെയ്ത ആളുകൾ ധരിക്കുന്ന യൂണിഫോമാണ്. ചില ആളുകൾ വെള്ള വസ്ത്രം ധരിക്കുന്ന ആൾക്കാരുണ്ട്. അത് സിറിന്റെ മക്കാമ് താണ്ടിയ ആളുകളാണ്. ചില ആളുകൾ കറുപ്പ് വസ്ത്രം ധരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും.
അത് ഖഫീന്റെ മഖാമിലേക്ക് എത്തിയ ആളുകളാണ്. അവരെ ശേഖന്മാരെ നിർദ്ദേശപ്രകാരം ധരിക്കുന്ന. ഇവിടെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനെ ചൂഷണം ചെയ്യുന്ന, ഇതൊന്നും ധരിക്കാൻ ഒരിക്കൽ പോലും അർഹതയില്ലാത്ത സ്വാലിഹീങ്ങളെ വസ്ത്രം ധരിച്ചുകൊണ്ട് സ്വാലിഹീങ്ങളെ പോലെ നടക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരൊരിക്കലും സ്വാലിഹീങ്ങളെ മക്കാമിലേക്ക് എത്തൂല. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ ബിസ്താമി തങ്ങൾ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ ഖബർ സന്ദർശിക്കുന്ന, നിത്യമായി ഖബർ സന്ദർശിക്കുന്ന ഒരാള്, അദ്ദേഹത്തിന്റെ വിചാരം ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ ബിസ്താമി തങ്ങളെ മസാറ് അദ്ദേഹത്തിന്റെ മഖബറയിലേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ പോലെ ആവുന്നതാണ്. അദ്ദേഹത്തോട് മനാമിൽ പറയപ്പെട്ടു, എടോ നീ അബൂ യസീദിന്റെ തൊലി ഉരിഞ്ഞിട്ട് നീ ധരിച്ചാൽ പോലും നീ ആരാകൂല, നീ അബൂ യസീദ് ആകൂല. അബൂ യസീദ് അൽ ബിസ്താമി തങ്ങള് അധ്വാനിച്ചതുപോലെ അധ്വാനിക്കണം, എന്നാൽ നീ അബൂ യസീദ് ആവും. അപ്പൊ എന്നതുപോലെ ഈ കറുപ്പ് വസ്ത്രവും അതുപോലെ മറ്റ് വസ്ത്രങ്ങളൊക്കെ അർഹതയില്ലാത്ത മറ്റു പല ആളുകളും ധരിക്കുന്നുണ്ട്. നഊദു ബില്ലാഹ്, അല്ലാഹു തആല നമ്മളെ കാക്കട്ടെ. പക്ഷെ ചില ആളുകളുണ്ട്, തൻ്റെ ശൈഖിനോടുള്ള ആ ഒരു മഹബത്ത് കാരണമായി അതുപോലെ ധരിക്കുന്ന ആൾക്കാർ. അതൊക്കെ ഓല മനസ്സിന്റെ നിയ്യത്തുകളെ പോലെ ഇരിക്കും. ഏതായിരുന്നാലും അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ ചില ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പച്ച ധരിക്കുന്ന ആൾക്കാർ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഖ്ഫ എന്ന് പറയുന്ന മഖാമ്, അവിടേക്ക് എത്തിയ ആൾക്കാരാണ്. മുറബിയാക്കൾ ധരിക്കും. അതുപോലെ തന്നെ ഉന്നതരായ കുത്തുബീങ്ങളൊക്കെ പച്ച ധരിക്കുന്ന ആൾക്കാരുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ആന്തരിക ആത്മാവാണ് അന എന്ന് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂ. ഈ അന എന്ന് പറയുന്ന മഖാമ്, അതിൽ വളരെ ചുരുങ്ങിയ ആളുകൾക്ക് മാത്രമേ ആ അന എന്ന് പറയുന്ന മഖാമ് താണ്ടാൻ കഴിയുള്ളൂ. അതിൻ്റെ ഏറ്റവും വലിയ ഹെഡാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അത് അഹ്ദിയത്തിന്റെ മഖാമാണ്. അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവരുടെ മഖാമാണ് അന എന്ന് പറയുന്ന ആന്തരികമായ ആത്മാവിന്റെ മഖാം. അത് വലിയ വലിയ ഉന്നതരായ അമ്പിയാക്കളും വലിയ വലിയ ആരിഫീങ്ങൾക്കും മാത്രം, അള്ളാഹു തെരഞ്ഞെടുത്ത ആളുകൾക്ക് മാത്രം താണ്ടാൻ കഴിയുന്ന ഏരിയയാണ് അന എന്ന് പറയുന്ന ഏരിയ. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഇങ്ങനെ ഈ ഹൃദയത്തിന്റെ വാഹനങ്ങളാണ്, ഹൃദയ രഹസ്യങ്ങളുടെയും വാഹനങ്ങളാണ് ഈ അൻവാറുകൾ എന്ന് പറയുമ്പോൾ, ഈ അൻവാറുകളാണ് കൽബിൽ നിന്ന് കൽബിനെ റൂഹാക്കുന്നതും അവിടുന്ന് സിറിലേക്കും അവിടുന്ന് ഖഫിയിലേക്കും അവിടുന്ന് അഖ്ഫയിലേക്കും അവിടുന്ന് അനയിലേക്കും എത്തിക്കുന്ന വാഹനം ഈ അൻവാറുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദറജയൊക്കെ താണ്ടാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് വലിയ പ്രയാസമൊന്നുമില്ല. ഏതൊരു മനുഷ്യനും അള്ളാഹു ഉദ്ദേശിച്ചാൽ മതി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പദവികളൊക്കെ താണ്ടി അള്ളാഹുവിനോട് ഏറ്റവും അടുക്കുന്ന സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.